ഹലോ ഫ്രണ്ട്സ്, യൂമി ആൻഡ് കേരളയുടെ മറ്റൊരു വ്ളോഗിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു മിക്സിയുടെ അൺബോക്സിംഗ് ആണ്. നമ്മളൊരു പുതിയ മിക്സി മേടിച്ചിട്ടുണ്ട്. അത് ബോസ്ച് ട്രൂമിക്സ് സ്റ്റൈൽ മിക്സിയാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ MGM6642WIN ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ ഇത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ബോസ്ച് ട്രൂമിക്സ് മിക്സി. ഇങ്ങനെ ഒരു പാക്കേജ് ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം. നമ്മൾ ഫസ്റ്റ് ബോക്സ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് അതിൻ്റെ മാനുവൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ബോക്സ് തുറന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് മിക്സി തുറന്നെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സി ആദ്യം പുറത്തെടുത്ത് ഇനി നമുക്ക് ബാക്കിയുള്ള പാർട്സ് പുറത്തെടുക്കാം. ജാറിൻ്റെ അടപ്പുകളുണ്ട്, പിന്നെ അതിനകത്ത് ജാറുകളുണ്ട്, വേറൊരു ബോക്സും കൂടി ഉണ്ട്. പിന്നെ അതിൻ്റെ ബ്ലേഡും അതിൻ്റെ ഇതുമുണ്ട്. ബോക്സ് മാറ്റി വെക്കാം. നമുക്ക് ഈ ബോക്സ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. അതിനകത്തും 2 ജാറുകളുണ്ട്. നമ്മൾ ആ മെയിൻ ബോക്സിലുള്ള എല്ലാ സാധനങ്ങളും പുറത്തെടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളായിരുന്നു ആ ബോക്സിലുള്ളത്. ആദ്യം നമുക്ക് ഇതിൻ്റെ അടപ്പുകളൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. 2 അടപ്പുകൾ പുറത്ത് ഉണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതാണ് ഒരെണ്ണം വരുന്നത്. ഇതിൻ്റെ സൈഡിൽ ക്ലിപ്പുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട്. നമ്മൾ അരയ്ക്കുമ്പോൾ ഒക്കെ നമുക്ക് ഇങ്ങനെ പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ക്ലിപ്പ് ഇട്ട് കൊടുത്താൽ നമുക്ക് മാറിപ്പോയി അതിലൊന്നും കുഴപ്പമില്ല. ചിലപ്പോൾ നമ്മൾ പിടിച്ച് നിൽക്കേണ്ടി തന്നെ വരും. നമ്മളിപ്പോൾ ചാറൊക്കെ ആയിട്ട് അരച്ചെടുക്കുമ്പോൾ ഒക്കെ ചിലപ്പോൾ അത് ലീക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് അരച്ചൊക്കെ നോക്കാം. ആദ്യം നമുക്കിതൊക്കെ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് അരച്ച് നോക്കാം. ഇപ്പോൾ പല മിക്സികളിലും ഇങ്ങനത്തെ ക്ലിപ്പുകളില്ല. ക്ലിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി എളുപ്പമാണ്. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ്. ഇത് മറ്റൊരു ജാറിൻ്റെ അടുപ്പ്. നമുക്ക് ഈ ജാറുകൾ തുറന്ന് നോക്കാം. ഇതാണ് ഒരു ജാറ്. ഇതാണ് ജാറിൻ്റെ ഉൾഭാഗം. അപ്പം ഈ ജാറുകളെക്കുറിച്ചൊക്കെ ഉള്ള ടെക്നിക്കൽ വശങ്ങളെല്ലാം അറിയാവുന്നത് ഹസ്ബൻഡിനാണ്. എനിക്കത്ര അറിയില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഹസ്ബൻഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പം ഞാൻ ഹസ്ബൻഡിന് കൊടുക്കുകയാണ് ചാർജ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ മൂടികളെ കുറിച്ചൊക്കെ നമ്മൾ നോക്കി ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഞാൻ എന്നെക്കുറിച്ച് പരിചയപ്പെടുത്തിയില്ല. എൻ്റെ പേര് നിജു എന്നാണ്. ഞാൻ ജിഷയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ വശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആൾക്ക് അത്ര അറിയാൻ പാടില്ല. അപ്പോൾ ഞാനിത് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. ഇത് ക്ലിപ്പ് നിങ്ങൾക്കറിയാം, ഇതൊരു ക്ലിപ്പുണ്ട്. അപ്പോൾ നമുക്ക്
കുറച്ചും കൂടെ നല്ലതാണ് ക്ലിപ്പ്. നമുക്ക് ഒന്ന് മാറി ഗ്രൈൻഡ് ചെയ്യണമെന്ന് അതിനകത്ത് മാറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലിപ്പ് ഇട്ടാലേ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ മിക്ക ഗ്രൈൻഡേഴ്സിനൊന്നും ഇങ്ങനെ ക്ലിപ്പുകൾ വന്നില്ല. അപ്പോൾ ഞാനത് നോക്കിയിട്ടാണ് ഞാൻ ഇത് മേടിച്ചത്. ഇതിന് ക്ലിപ്പും ഫെസിലിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് വെറ്റ് ഗ്രൈൻഡിങ്ങിന് യൂസ് ചെയ്യണ ഒരു ജാറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസ് ഇവിടെ കിടപ്പുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഗ്രൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ വട്ടത്തിലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ നമ്മുടെ വെറ്റ് ഗ്രൈൻഡിങ് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഫ്ലോ മേളിലത്തെ അപ്പോൾ ചിലപ്പോൾ അറിയാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസുള്ള കാരണം ആ ഫ്ലോ കറങ്ങി നടക്കുന്ന ഫ്ലോ ബ്രേക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് എന്താണ് നമ്മുടെ മാവാണെങ്കിൽ അത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് അത് പ്രോപ്പറായിട്ട് ഗ്രൈൻഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ടെക്നോളജിയാണിത്. ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്ത് വരും. അപ്പോൾ ഇതിൻ്റെ ബ്ലേഡിനൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഈ മാവൊക്കെ അരക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ കല്ലുമേലിട്ടാണ് അരച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടെക്നോളജി ഇതിനകത്തുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ബ്ലേഡ് എന്ന് വെച്ചാൽ 2 ബ്ലേഡാണ്, 2 വിങ്ങാണ് ആ ബ്ലേഡിന്. അതുപോലെ തന്നെ ഇത് അതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ജാറാണിത്. അപ്പോൾ ജ്യൂസ് ഫിൽറ്ററാണ് ഇത്. ഇതിൻ്റെ അകത്തൂടെ നമ്മൾ ഇട്ടിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ മൂടിയാണ് ഈ കാണുന്നത്. നമുക്ക് ഈ മൂടി മേളിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും നമുക്ക് എന്തെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ. ഇതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ജാറ് നോക്കാം. ഒരു സ്പാറ്റില, ഇതിൻ്റെ കൂടെ ഒരു സ്പാറ്റില തന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഈ ഒരു ജാറിന് മാത്രമേ ഉള്ളൂ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഫ്ലോ ബ്രേക്കർ എന്ന് പറഞ്ഞത്. ബാക്കിയൊന്നും ഇല്ല. ഈ ജാറ് ഉള്ളത് ഒരു ബ്ലേഡ് അതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. ഇതും മറ്റേ 2 വിങ്ങാണ്. രണ്ട് വിങ്ങുള്ള ബ്ലേഡാണ് ഇതിനകത്തുള്ളത്. ഇത് ഡ്രൈ ഗ്രൈൻഡിങ്ങിന് യൂസ് ചെയ്യണ ജാറാണിത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യൂഷ്വലി ഡ്രൈ ഗ്രൈൻഡിങ്ങിനും ഇതുപോലെ തന്നെ നീളത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിന് കുറച്ചും കൂടി വൈഡായിട്ടാണ്. പക്ഷേ എന്നാലും ക്വാണ്ടിറ്റിക്ക് യാതൊരു കുറവുണ്ടാവില്ല. ക്വാണ്ടിറ്റി നല്ല വൈഡായിരുന്നു. അതുപോലെ നല്ല ക്വാണ്ടിറ്റി ഉള്ള ഒരു ജാറാണിത്. പിടിയുണ്ട് അതിന്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇത് ചട്നിക്ക് യൂസ് ചെയ്യുന്ന ജാറാണ്. പിടിയുള്ളതാണ്. ഇതുപോലെ 2 വിങ്ങാണ്. ഇതിൽ കണ്ട ഈ ഗ്രൈൻഡിങ്ങിൻ്റെ ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ ബ്ലേഡ് ഇരിക്കുന്നത്. സിഗ്സാഗ് രീതിയിലുള്ള കട്ടിങ്ങാണ് ഇതിനുള്ളത്. നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്ത് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കാം. നമുക്ക് ഇതിൻ്റെ ഈ നമ്മുടെ ഈ മോട്ടർ തമ്മിലുള്ള ഗ്രിപ്പ് പിടിക്കാനുള്ള ബുഷാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് കാരണം ഇത് പല രീതിയിലാണ് ഇത് വരണത്. അപ്പോൾ വലിയ ക്വാളിറ്റി കുറവൊന്നും ഞാൻ ഇതിൽ കാണുന്നില്ല. എന്നാലും നല്ല സ്ട്രോങ് ആണ് ഈ സംഭവം. പോവില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല കണ്ടിട്ട്. നമുക്ക് ഇതിൻ്റെ ജ്യൂസൊക്കെ അടിച്ച് നോക്കാം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ സാധാരണ എല്ലാ ഗ്രൈൻഡേഴ്സിൽ എല്ലാത്തിലും മിക്കതും ഇങ്ങനത്തെ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അത് മാത്രം ഇതിൻ്റെ ബുഷിന് ഇവിടെ ഒരു സപ്പോർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ട്രോങ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഈ യൂണിറ്റിനെ കുറിച്ച് നോക്കാം. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ സംഭവം. ഞാൻ ഇതിൻ്റെ കവറൊക്കെ ഊരിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ഒരു ക്രോം ഫിനിഷാണ് ഇവിടെ തന്നേക്കണത്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ നമുക്ക് അറിയാം ഈ
നമ്മൾ ഫ്ലാറ്റായിട്ടുള്ള സർഫേസിൽ നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഇത് വാക്യൂം പോലെയാണ്. ഇത് ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ ഇങ്ങനെ പോരാൻ ഇത്തിരി പാടാണ്, വീഴാൻ ചാൻസ് കുറവാണ്. ചില സമയത്ത് ഇത് മിക്സ് ചെയ്യണ സമയത്ത് ഇങ്ങനെ കിടന്ന് ഇളകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു സംഭവം കൊടുത്തത്. ഇപ്പോൾ ഇതിൻ്റെ ബുഷ് എന്നാണ് പറയുന്നത് എല്ലാവരും, പക്ഷേ നമ്മളൊരു വാക്യൂം സെക്ഷൻ പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് മിക്ക ഇപ്പോൾ മിക്സികളിൽ ഇതിപ്പോൾ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്ലേഡ് മറ്റേ ആ ബുഷ് എടുത്ത് കറങ്ങണ ഇത് നോക്കാം. നല്ലൊരു നോക്കിയിട്ട് വലിയ കുഴപ്പമില്ല, നല്ലൊരു ക്വാളിറ്റിയുള്ള സാധനമാണിത്. അതുപോലെ നമ്മളിത് തൊടുമ്പോൾ അറിയാം നല്ല ക്വാളിറ്റി വെച്ചാണ് ഈ സംഭവം ഈ മിക്സി ബിൽഡ് ചെയ്തേക്കണത്. പിന്നെ അതിൻ്റെ ഒരു കേബിൾ നമുക്ക് നോക്കാം, ഇതിൻ്റെ എത്ര ലെങ്ത് ഉണ്ടെന്ന് നോക്കാം. വലിയ കുഴപ്പമില്ല, ഒരു മീറ്ററത്തോളം ഉണ്ട് അതിൻ്റെ ലെങ്ത്ത്. വലിയ കുഴപ്പമില്ല. കേബിളിൻ്റെ ക്വാളിറ്റി നല്ലത് തന്നെ, കേബിളിൻ്റെ ക്വാളിറ്റി നല്ലതാണ്. ഇനി നമ്മൾ ഈ നോബിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ നമുക്കറിയാമെങ്കിൽ പമ്പിങ് ഫീച്ചറുള്ളതാണ്. നമ്മൾ ഇങ്ങോട്ട് കറക്കുമ്പോഴത്തേക്കും ഈ ചട്നിയെ കറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണ ഒരു ലെവലാണ് ഇപ്പുറത്തുള്ളത് ഈ സൈഡിൽ. ഇത് ഓഫ് പൊസിഷനിലായിട്ട് ഇരിക്കുന്നത്. ഇത് 1, ഇത് 2, ഇത് 3, 3 ലെവൽ വരെയാണ് നമുക്ക് കറക്കാൻ പറ്റുക. ഇപ്പോൾ ഓഫ് പൊസിഷനിലായിരിക്കുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം, ഇതിൻ്റെ മെയിൻ യൂണിറ്റിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ട്. അതിപ്പോൾ ഓവർലോഡ് ആയി കഴിയുമ്പോഴത്തേക്ക് ഇത് നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടണാണ് ഈ ഇരിക്കുന്നത്. ഇത് അമർത്തിയിട്ട് നമുക്ക് പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ബട്ടണാണ് ഈ ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബ്ലേഡുകളുടെ പ്രത്യേകതയാണ്, ഇത് ചട്നിയാണ്, ചട്നി ജാറിൻ്റെ ബ്ലേഡാണ്. ഇത് നമുക്ക് ഊരാൻ പറ്റില്ല. പക്ഷേ ബാക്കി മൂന്ന് ജാറുകളുടെ ബ്ലേഡ് നമുക്ക് ഊരാൻ പറ്റും. ഇത് ഊരാൻ പറ്റും. അപ്പോൾ ഇതിന് ഊരാൻ വേണ്ടിയിട്ട് സ്പാറ്റുല യൂസ് ചെയ്തിട്ടാണ് അത് ഊരുന്നത്. ഈ സ്പാറ്റുലയുടെ ബാക്കിൽ അതിൻ്റെ എന്താ പറയുക ഊരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൂടെ ആയിട്ടാണ് ഇത് വന്നേക്കുന്നത്. മാറ്റിയിടാൻ ഒരു എല്ലാത്തിനും ബ്ലേഡ് ഉണ്ട്. പക്ഷേ പിന്നെ എക്സ്ട്രാ ഒരു ബ്ലേഡ് തന്നിട്ടുണ്ട്. അത് പൗണ്ടിങ് ബ്ലേഡ് എന്നാണ് അതിനെ പറയണത്. അത് ഈ നമ്മുടെ ഈ മസാല ഒക്കെ പൊടിക്കാൻ വേണ്ടിയിട്ട്, അത് മസാല ഡ്രൈ ഗ്രൈൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ബ്ലേഡാണത്. അപ്പോൾ ഇതിൻ്റെ ഇത് സ്പെറ്റുലയുടെ ഈ അറ്റം വെച്ചിട്ടാണ് അത് ഊരിയെടുക്കുന്നത്. ഇതിപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഒരു സ്പാനറിനെ പോലത്തെ ഒരു പരിപാടിയാണ്. അതിങ്ങനെ ഇങ്ങനെ എടുക്കാൻ പറ്റും. പിന്നെ ഇതിലുള്ളത് ഇതിൻ്റെ മൂടികളുടെ പ്രത്യേകതയാണ്. എല്ലാ മൂടിയും നമുക്ക് മേളിൽ നിന്ന് ഇങ്ങനെ തുറക്കാൻ പറ്റും. അപ്പോൾ എല്ലാ അടപ്പിൻ്റെ മേളിൽ നിന്നുള്ള മൂടി നമുക്ക് തുറക്കാൻ പറ്റുന്നതാണ്. ഇതും തുറക്കാൻ പറ്റുന്നതാണ്. അതെ. അപ്പോൾ ഇതിൻ്റെ ആ ഫ്ലോ ബ്രേക്കറാണ് ഇത് നമ്മളിങ്ങനെ അകത്തേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുക. ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ വരികയും ചെയ്യും. കഴുകാണെങ്കിൽ നമുക്കിത് എടുക്കാൻ പറ്റും. ഇത് കാണാം, ഇതിൻ്റെ ബ്ലേഡുകൾ എല്ലാം നമുക്ക് ഊരാൻ പറ്റുന്നതാണ്. ചട്നിയുടെ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ഊരാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ കൂടെ വന്നേക്കുന്ന എക്സ്ട്രാ ഒരു ബ്ലേഡ്. ഇത് ഡ്രൈ ഗ്രൈൻഡിങ്ങിന് യൂസ് ചെയ്യുന്ന ബ്ലേഡാണ്. ഡ്രൈ ഗ്രൈൻഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മസാലയും കാര്യങ്ങളൊക്കെ അത് ഇത്തിരി കുറച്ചുകൂടി സ്ട്രോങ് ആണല്ലോ മസാല എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു മാവ് മറ്റേ അരി വെച്ചൊക്കെ മറ്റേ ഉഴുന്നൊക്കെ നമ്മൾ അരക്കണ തരം അത് അതിത്തിരി സോഫ്റ്റാണ്. പക്ഷേ നമ്മൾ മസാല അരക്കുമ്പോഴത്തേക്കും ഒരിത്തിരി കുറച്ചുകൂടി കറുവപ്പട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പൊടിക്കുമ്പോഴത്തേക്കും ഒരിത്തിരി കുറച്ചുകൂടി സ്ട്രോങ് ആണ് സാധനം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു തരം ബ്ലേഡാണിത്. ഇതിൻ്റെ പൗണ്ടിങ് ബ്ലേഡ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ ഇത് നല്ലൊരു ക്വാളിറ്റി വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാത്തിനും ബുഷും കാര്യങ്ങളൊക്കെ നല്ല ഇതാണ്. ഇനി നമുക്കിതൊന്ന് ഇറക്കി വെച്ച് നോക്കാം ഇതുമേലെ എങ്ങനെയാണ് ഇത് ഇറക്കണതെന്നുള്ളത്. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇതിൽ ഇടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഇതിങ്ങനെ വെച്ചിട്ട് ഇട്ട് തിരിക്കുക എന്നുള്ളതാണ്. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുമുണ്ട്. ഇനി നമ്മളിതിൻ്റെ മൂടി വെക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇങ്ങനെ റിലീസ് ചെയ്യണം. ഉണ്ടോ? അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ
ഇടയിൽ ഇങ്ങനെ പെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഈ സാധനം ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പെടാൻ ചാൻസ് ഉണ്ട്. അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റിലീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം ഈ സാധനം ഇങ്ങനെ അമർത്തിയിട്ട് ക്ലിപ്പ് ഇടാനായിട്ട്. അപ്പം നല്ല ടൈറ്റാണ് ഈ സാധനം, നല്ല ടൈറ്റായിട്ടായിരിക്കുന്നത്. ഇത് നമുക്ക് ഇതുപോലെ ഊരിയെടുക്കാൻ പറ്റും. വ്യൂവും നല്ലതാണ്. ഇവിടെ നിന്നുള്ള നമ്മൾ എന്താണ് അരക്കണം അതിൻ്റെ വ്യൂവും നല്ലതാണ്. വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ കണ്ടിട്ട്. ക്ലിപ്പുള്ള കാരണം നമുക്ക് അരയ്ക്കാൻ എളുപ്പമാണ്. എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി ലോഡൊക്കെ കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അടപ്പ് ഇങ്ങനെ പൊങ്ങിപ്പോയി ചാടി പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം ക്ലിപ്പുള്ള കാരണം നമ്മൾ അടുത്ത് നിന്നില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. അപ്പം നമുക്ക് അതിൻ്റെ പെർഫോമൻസിൽ എങ്ങനെ ഇരിക്കുന്നത് നമുക്ക് അരച്ച് നോക്കാം. എന്നിട്ട് എന്നാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് നമുക്ക് ട്രാൻസ്ഫർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ച് നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇച്ചിരി തേങ്ങ അരച്ച് നോക്കാം. അപ്പം നമുക്ക് ജാറിടാതെ ഇതൊന്ന് കറക്കി നോക്കാം. അതിൻ്റെ സൗണ്ടൊക്കെ നമുക്കൊന്ന് ചെയ്യാം. വെയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ സൗണ്ടൊന്നുമില്ല. 750 വാട്ടിൻ്റെ ആണെങ്കിലും വലിയ അധികം സൗണ്ടൊന്നുമില്ല. ചില മിക്സിക്ക് ഭയങ്കര സൗണ്ടായിരിക്കും, ഇതിന് അത്രയും സൗണ്ടൊന്നുമില്ല. ഇനി നമുക്ക് തേങ്ങയൊന്ന് അരച്ച് നോക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ അരയ്ക്കുന്ന ജാറിനകത്ത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടപ്പ് വെച്ച് ക്ലിപ്പിട്ട് നമുക്കിതൊന്ന് അരച്ച് നോക്കാം എങ്ങനെയുണ്ട്. ക്ലിപ്പൊക്കെ ടൈറ്റായിട്ട് നല്ല ടൈറ്റായിട്ട് വരുന്നുണ്ട്. ക്ലിപ്പിട്ട് കഴിയുമ്പോൾ നമുക്കിതിങ്ങനെ വെച്ചിട്ട് ഒരു ലോക്കുണ്ട്, അങ്ങനെ പതുക്കെ തിരിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ഇതിങ്ങനെ നമ്മൾ കറക്കി കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ ലെഫ്റ്റിലോട്ട് 2 റൗണ്ട് കറക്കിയതിന് ശേഷം മാത്രമാണ് പിന്നെ നമ്മൾ റൈറ്റിലോട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ. അത് ഏത് മിക്സിക്കാണെങ്കിലും അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഇതിനുള്ളിലുള്ള ആ ബുഷ് കറക്റ്റായിട്ട് വരും. അല്ലെങ്കിൽ അത് പെട്ടെന്ന് കേടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ പതുക്കെ 2 പ്രാവശ്യം ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം വേണം അങ്ങോട്ട് കറക്കി കൊടുക്കാൻ. ഇപ്പോൾ തേങ്ങ ഒത്തിരി അരയ്ക്കണ്ട, പതുക്കെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അതുകൊണ്ട് ഞാൻ ആ രീതിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. പിന്നെ ഇത് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്നും നമുക്ക് അരച്ചെടുക്കാം. തുറന്ന് നോക്കാം. നന്നായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അങ്ങനെ ഒതുക്കിയെടുത്താൽ മതി. അതുകൊണ്ടാണ് ഈ രീതിയിൽ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരി കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ക്ലിപ്പ് കറക്റ്റായിട്ട് കൊടുത്തു പോകാൻ സാധ്യതയുണ്ട്. കറക്റ്റായിട്ട് വെക്കണം. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. നമുക്കിതൊന്ന് ഓണാക്കാം. ഇങ്ങോട്ട് 2 റൗണ്ട് കറക്കി എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഒരു കാര്യം മറക്കല്ല, എല്ലാവരും ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.